Now we move into your on-screen debut. It's actually in Tan Lines, right? Yeah, yeah. ആ ജമ്മ് ഞാൻ തപ്പിപ്പിടിച്ചു Oh, 2 എപ്പിസോഡ് ഇരുന്ന് God. കണ്ടു ഞാൻ. രണ്ടെണ്ണം കണ്ടോ? അത് കഴിഞ്ഞിട്ട് പറ്റിയില്ല, പ്രായം നോട്ട് മൈ ഏജ് ഗ്രൂപ്പ്. പ്രായത്തിന് അല്ല, മാത്രല്ല, ഐ തിങ്ക് അത് ആ കാലത്ത് ഇറ്റ് ഫിറ്റ് ദ ടെംപ്ലേറ്റ്, നോ, ബിക്കോസ് ആ റോഡീസ് ഒരു മോഡലാണല്ലോ, റോഡീസ് സ്പ്ലിറ്റ്സ് ആ ഒരു ടൈപ്പ് സീരീസ് ആണല്ലോ അത്. ഹൗ ഡിഡ് യു ലാൻഡ്? ലൈക്ക് ഇറ്റ്സ് നോട്ട് ഏജ്ഡ് വെൽ അറ്റ് ഓൾ. ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ. ഞാനും ഈയിടെ ഒരു ശകലം എങ്ങനെയോ കണ്ടു. അതെ, ഞാൻ കണ്ടപ്പോൾ ഓ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അവരുടെ ആയിരുന്നു കണ്ടു. ഇനിയിപ്പോൾ ഇതിലൂടെ എല്ലാവരും അത് കണ്ടുപിടിക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ. പക്ഷേ പാത്താളിലൊക്കെ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ടാൻ ലൈൻസ് ഫോർ മീ വാസ് അറ്റ് ദാറ്റ് പോയിന്റ് അഗൈൻ കറക്റ്റ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര ചെറിയൊരു ഷൂട്ട് സെറ്റപ്പ് ഒക്കെയാണ്. അന്നതൊന്നും നമുക്കറിയില്ല. പക്ഷെ ദ കീ തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇസ് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്ന പരിപാടി അതുവരെ ഇങ്ങനെ ചെറിയ ആഡ്സ്, ചെറിയ കോർപ്പറേറ്റ് വീഡിയോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഐ നെവർ ഈവൻ ട്രൈ ടു എൻജോയ് ഇറ്റ്. അത് പെട്ടെന്ന് ഒരു ക്വിക്ക് മണി പരിപാടി അത്രേ ഉള്ളൂ. ടാൻ ലൈൻസ് ഐ എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ലൈക്ക് ഗ്രേറ്റ് റിയലി ചിൽ ഗ്രൂപ്പ് ഓഫ്. വേറൊരു ഡ്രാമ സ്കൂൾ സ്റ്റുഡൻറ്റും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ, എൻ്റെ സീനിയർ. പിന്നെ മെയിൻ ഫ്രണ്ട്സ് വിത്ത് എവറിബഡി വെരി ക്വിക്ക്ലി. അപ്പോൾ വി വർ ഹാവിങ് ഫൺ ആൻഡ് ഐ റിയലൈസ് വി ആർ ഓൾസോ ഹാവിങ് ഫൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പരിപാടികൾ മാത്രമല്ല, ക്യാമറയുടെ മുമ്പിലും ഇനിയും അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്നുള്ള തോട്ട് തുടങ്ങുന്നത് ഇസ് ബിക്കോസ് ടാൻ ലൈൻസ് ഷൂട്ട് വാസ് എ ലോട്ട് ഓഫ് ഫൺ.